ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാരാണ്? പലർക്കും പല പേരുകൾ പറയാനുണ്ടെങ്കിലും ചരിത്രം രേഖപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റെ കഥ പറഞ്ഞാലോ? വർഷം AD 1280. പുതുപ്പു ചൂടിയ ആഫ്രിക്കൻ ഇടനാടുകൾ, സഹാറ മരുഭൂമിയുടെ കാറ്റ് പൊടിപടലങ്ങൾ ഉയർത്തി വീശുന്ന കാലത്ത് വളരെ സമ്പന്നമായ മാലി സാമ്രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടി വളരുകയാണ്. അവന്റെ പേരാണ് മൂസ. കുട്ടിയായ മൂസ നക്ഷത്രങ്ങളിലേക്ക് നോക്കി വൻ സ്വപ്നങ്ങൾ കാണുന്നവനായിരുന്നു. രാജവംശത്തിൽ ജനിച്ചവനാണെങ്കിലും മൂസയുടെ ബാല്യകാലം സമ്പന്നമല്ലായിരുന്നു. ചെറുപ്പം മുതൽ മൂസയെ ആകർഷിച്ചത് ഒരു കാര്യമായിരുന്നു: മാലി സാമ്രാജ്യത്തിലൂടെ ഒഴുകുന്ന പൊന്നിന്റെ പാതകൾ. ഗ്രാമത്തിലെ മുതിർന്നവർ പറയാറുണ്ടായിരുന്നു, നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഉറങ്ങുന്നത് ലോകം കാണാത്ത ധനപരവതാനികളാണ്. അന്നാണ് മൂസയുടെ മനസ്സിൽ ആദ്യമായൊരു തീരുമാനം ജനിച്ചത്: ഈ ദേശത്തിന്റെ സമ്പത്ത് ലോകത്തോട് പങ്കുവയ്ക്കണം എന്ന രഹസ്യ ആഗ്രഹം. എന്നാൽ അവൻ അറിഞ്ഞില്ല, ഒരുനാൾ ലോകചരിത്രത്തിൽ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ എന്ന പദവി അവന് തന്നെയാണ് തേടിയെത്താൻ പോകുന്നതെന്ന്. മാലി സാമ്രാജ്യം സ്വർണം കൊണ്ട് സമ്പന്നമാണെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അന്നത്തെ രാജാക്കന്മാർക്ക് സാധിച്ചിരുന്നില്ല. അവിടെയാണ് മൂസയുടെ മനസ്സിൽ ഒരു ചിന്ത വളരുന്നു: സമ്പത്ത് വെറും പൊന്നിലല്ല, അതിനെ കൈകാര്യം ചെയ്യുന്ന വിവേകത്തിലാണ് എന്ന്. കുട്ടിയായ മൂസ വളരുകയാണ്. അവനെ രാജകീയ പരിശീലനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വാൾ പരിശീലനം, ഭരണകൂട പഠനം, വ്യാപാര പാതകളുടെ സംരക്ഷണം, അറബ് പണ്ഡിതരുടെ പഠനങ്ങൾ അവനെയെല്ലാം പഠിപ്പിച്ചു. മൂസ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യാപാര പാതകളുടെ കഥകളായിരുന്നു. സഹാറയുടെ തീരങ്ങളിൽ നിന്ന് ഒട്ടകക്കൂട്ടങ്ങൾ വരുന്നത് അവൻ ആവേശത്തോടെ കാണും. മാലി സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ രാജാവായിരുന്ന മാൻസ അബൂബക്കർ രണ്ടാമൻ മാലി സാമ്രാജ്യത്തിൽ ശാന്തിയും വ്യാപാര വികസനവും വരുത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം വളരുകയായിരുന്നു: ലോകത്തിൻ്റെ അതിരുകൾക്കപ്പുറം എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പൂർണ്ണ രഹസ്യങ്ങൾ കണ്ടെത്തണം. അദ്ദേഹം സമുദ്രം കടന്ന് മറ്റു ഭൂഖണ്ഡങ്ങളെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. അതിനു മുമ്പായി ഒരു വിശ്വസ്തനായ വ്യക്തിയെ ഉപരാജാവായി നിയമിക്കണം. എല്ലാവരും ചേർന്നുയർത്തിയ ഒരു പേര്: മൂസ. രാജാവ് മൂസയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ദീർഘയാത്ര പോകുന്നു. ഞാൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ നീയാണ് മാലി സാമ്രാജ്യത്തിൻ്റെ രാജാവ്. മൂസ ഈ സമയത്ത് ശരിക്കും രാജകുടുംബത്തിലെ മുഖ്യമകനോ നേരിട്ടുള്ള പിൻഗാമിയോ ആയിരുന്നില്ല. പക്ഷേ അവൻ കെയ്റ്റ വംശവഴിയിലുള്ള ഒരു വിശ്വസ്തനായതിനാൽ അദ്ദേഹത്തെ ഉപരാജാവ് എന്ന പദവിയിൽ നിയമിച്ചു. അങ്ങനെ മാൻസ അബൂബക്കർ രണ്ടാമൻ്റെ കപ്പൽ അതിരുകൾ കടന്ന് കടലിൻ്റെ ഇരുട്ടിലേക്ക് പോയി. പക്ഷെ പിന്നീടൊരിക്കലും അദ്ദേഹം മടങ്ങി വന്നില്ല. അങ്ങനെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം രാജ്യത്തിലെ മന്ത്രിമാരും സൈനികരും ജനങ്ങളും ഒരുമിച്ച് പ്രഖ്യാപിച്ചു: ഇനി നമ്മുടെ രാജാവ് മൂസ. അങ്ങനെ AD 1312 മൂസ മാലി സാമ്രാജ്യത്തിൻ്റെ മഹത്തായ സിംഹാസനത്തിലേക്ക് ഉയർന്നു. ഇതായിരുന്നു മൂസയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഇവിടെ മുതൽ നമ്മുടെ മൂസ മൻസ മൂസ എന്നറിയപ്പെടും. മൻസ എന്നാൽ രാജാവ് എന്നർത്ഥം. മൂസ രാജാവായപ്പോൾ അവനോടൊപ്പം വന്നത് രണ്ട് ശക്തികൾ. ഒന്ന്, മാലി സാമ്രാജ്യത്തിലെ എല്ലാ സ്വർണ്ണഖനികളുടെ പൂർണ്ണ നിയന്ത്രണം. രണ്ട്, പ്രചണ്ഡമായ വ്യാപാരപാതകളുടെ അധികാരം. അന്ന് മാലി സാമ്രാജ്യം ലോകത്തിലെ 50% സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യമായിരുന്നു. മൂസ രാജാവായപ്പോൾ ഈ ശക്തി മുഴുവൻ അവൻ്റെ കൈകളിൽ ചേർന്നു. അദ്ദേഹം നഗരങ്ങൾ പുനർനിർമ്മിച്ചു. ടിംബക്ടു, ഗാവോ, നിയാനി എല്ലാം വീണ്ടും പുണ്യമായ വ്യാപാര കേന്ദ്രങ്ങളായി മാറി. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കി. ഇതോടെ മൻസ മൂസ ശക്തിയും ധനവുമുള്ള ജനഹൃദയത്തോട് ബന്ധമുള്ള രാജാവായി മാറി. മാലി സാമ്രാജ്യം സമ്പന്നമായി മുന്നോട്ടുപോയി. ഇനിയാണ് ആ അത്ഭുത സംഭവം നടക്കുന്നത്. ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം. നല്ല ചരിത്ര കഥകൾക്ക് കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.